കൊല്ലം കുന്നിക്കോട് നിന്നും കാണാതായ 13 വയസ്സുകാരിയെ കണ്ടെത്തി. കുട്ടി തിരൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് വിവരം ലഭിച്ചു. കുട്ടി തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടുകാരെ ഫോൺ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഈ പെൺകുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തുന്നു എന്ന് മനസ്സിലാകുന്നു. കുട്ടി ഫോൺ ചെയ്തതായാണ് അറിയുന്നത്, അല്ലേ? ഇന്ന് അല്പം മുമ്പ് ഇന്നലെ ഈ പെൺകുട്ടി കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു യാത്രക്കാരന്റെ ഫോൺ ഉപയോഗിച്ച് വീടിന്റെ പരിസരത്തുള്ള ഒരു നിയമ വിദ്യാർത്ഥിയെ അറിയിച്ചതിന് പോലെ തന്നെ ഇക്കുറി ഇന്ന് രാവിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ വാങ്ങി അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ആ ഫോൺ ആ സമയത്ത് അമ്മയുടെ പിതാവ് മുത്തച്ഛന്റെ കയ്യിലായിരുന്നു. മുത്തച്ഛൻ ഫോൺ എടുത്തപ്പോൾ ഇന്ന കുട്ടിയാണെന്ന് അറിയിച്ചു. ഞാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളതെന്നുള്ള വിവരവും കൈമാറി. ഇത് കഴിഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. അന്നേരം ഉടൻ തന്നെ അത് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് തിരൂർ റെയിൽവേ പോലീസ് അവിടെ കുട്ടിയുടെ സമീപത്തേക്ക് എത്തുകയും കുട്ടിയെ ഇപ്പോൾ സുരക്ഷിതമായി റെയിൽവേ പോലീസിന്റെ പക്കലുണ്ട്. അത് പെൺകുട്ടിയുമായി വീട്ടുകാർ വീണ്ടും സംസാരിച്ചു. ഞാൻ ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്, സുരക്ഷിതയാണെന്ന് പെൺകുട്ടിയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നത്. വീട്ടിൽ ഉമ്മ വഴക്ക് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് അതിനേക്കാളും രസകരമായ കാര്യം, കൃത്യമായി ഭക്ഷണം കഴിക്കില്ല മകൾ. അതിന് മകളെ ശാസിച്ചതാണ് ഇങ്ങനെ ഒരു പിണക്കത്തിന് കാരണമെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. എന്തായാലും പോലീസ് സ്പെഷ്യൽ ടീമിനെ വരെ നിയോഗിച്ച് ഇന്നലെ മുഴുവനും ഇതിന്റെ തെരച്ചിൽ നടത്തി വരികയാണ്. ഇന്ന് രാവിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. ശരി രാജ്കുമാർ, എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കൊല്ലം ആവണീശ്വരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുകയാണ്. രാജ്കുമാർ തുടരുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട, ഇപ്പൊ രാജ്കുമാർ കാരണം പറയുകയുണ്ടായല്ലോ, അപ്പോൾ കുട്ടികളുടെ ഒരു മനോനില യാതൊരു വിധത്തിലുമുള്ള പ്രകോപനമായ കാര്യങ്ങളൊന്നും തന്നെ സ്വീകാര്യമാകാത്ത രീതിയിലേക്ക് കുട്ടികളുടെ ഒരു മനോനില മാറുന്നു എന്നുള്ളതാണ് ഈ ഓരോ സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ഘട്ടങ്ങളിലായും കുട്ടികൾ ഇത്തരത്തിൽ നാട് വിട്ടു പോകുന്ന ഒരു സ്വഭാവം ഒക്കെ തന്നെ കാണിക്കുന്ന പല വാർത്തകളും ദിനംപ്രതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. രാജ്കുമാർ, TV കാണാൻ അനുവദിക്കാത്തതിന് 7 വയസ്സുള്ള കുട്ടി ആത്മജനൽ കമ്പിയിൽ ജീവനൊടുക്കിയ സംഭവങ്ങളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ. കൊല്ലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇത് സെൻസിറ്റീവാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം വളരെ സെൻസിറ്റീവാണ്. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുൻകാലങ്ങളിൽ, അതായത് VS സർക്കാരിന്റെ കാലത്തിന് മുമ്പ് വരെ കേരളത്തിൽ SSLC പരീക്ഷയിൽ തോറ്റുകഴിഞ്ഞ് അത് പിറ്റേന്ന് SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേന്നത്തെ പത്രങ്ങളിലും ചാനലുകളിലും വാർത്ത SSLC പരീക്ഷയിൽ തോറ്റതിനെ തുടർന്ന് കുട്ടികൾ ജീവൻ ഒടുക്കി, ഇത്ര കുട്ടികൾ ജീവൻ ഒടുക്കി, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് വന്നിരുന്നത്. ഇപ്പോഴത് ഇല്ലാതായി. ശാസ്ത്രീയമായി തടയാനുള്ള നടപടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി, അദ്ദേഹം VS സർക്കാർ ചുമതലയിൽ, VSന്റെ സർക്കാരിന്റെ കാലത്ത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അന്നാണ് ഗ്രേഡിംഗ് സംവിധാനം SSLCയിൽ നടപ്പിലാക്കിയത്. അതോടുകൂടി SSLC തോറ്റു കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം ഇന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമായി മാറി. അതിന് ആ ഒരു സിസ്റ്റത്തിൽ വന്ന വ്യത്യാസമാണ്. ശാസ്ത്രീയമായി അവരെ സമീപിച്ചപ്പോഴാണ് അതിലൊരു മാറ്റം വന്നത്. സെൻസിറ്റീവാണ്. ഇന്ന് കുട്ടികൾ ഏത് സമയത്തും എപ്പോഴാണ് ഏത് തരത്തിലാണ് അവർ പ്രകോപിതരാവുന്നതെന്ന് പറയാൻ കഴിയില്ല. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിചിത്രവുമായിരിക്കും. ഇത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ, കുന്നിക്കോട് സ്വദേശിനിയായ പെൺകുട്ടിയുടെ 13 വയസ്സാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഇതില് അമ്മ ഭക്ഷണം എന്തുകൊണ്ട് കൃത്യമായി കഴിക്കുന്നില്ല എന്ന് ശാസിക്കുകയോ ഒരു അടി കൊടുത്തതിനാണ് ഈ പിണങ്ങി വീട്ടിൽ നിന്ന് പോയത്. എന്തായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ആശ്വാസകരമാണ്. പോലീസും വീട്ടുകാരും നാടും കേരളം മുഴുവനും ഇതിനുവേണ്ടി ഒരു അന്വേഷണത്തിലായിരുന്നു. നിരവധി പേർ പ്രാർത്ഥനയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ പെൺകുട്ടി സുരക്ഷിതയാണെന്നുള്ളത് പോലീസ് തന്നെ ഇക്കാര്യം ഒട്ടാരക്കര റൂറൽ SP തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വ്യക്തമാണ് രാജ്കുമാർ. കൊല്ലം ആവണീശ്വരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുകയാണ്. കുട്ടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.